ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇന്നത്തെ മാർക്കറ്റ് 150 ആണ് നിഫ്റ്റി ലിഫ്റ്റ് ചെയ്തത് ഇപ്പോൾ. കാരണം രാവിലത്തെ നിഫ്റ്റി നോക്കുന്ന സമയത്ത് 24,753 നിഫ്റ്റി ഇപ്പോൾ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 24,900 ലെവൽ വരെ വന്നു. സോ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നിഫ്റ്റി 24,800 ഞാൻ നല്ലൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. സോ 24,800 താഴത്ത് നിഫ്റ്റി പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഹയർ ലെവലിൽ 25,000 ആണ് ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഹു ആർ ദ മാർക്കറ്റ് മൂവേഴ്സ്, ഇന്ന് മാർക്കറ്റിനെ മൂവ് ചെയ്ത പ്രധാന ആൾക്കാർ എനിക്ക് പറയുന്നത് IT സെക്ടർ തന്നെയാണ് മാർക്കറ്റിൽ മൂവ് ചെയ്തത്. രാവിലെ എല്ലാവരും IT കുറിച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ആയിരുന്നു വലിയ മാർക്കറ്റ് അനലിസ്റ്റൊക്കെ ചെയ്തത്. പക്ഷേ അതൊന്നും മാർക്കറ്റ് കൺസിഡർ ചെയ്തിട്ടില്ല. രാവിലെ തന്നെ ഇപ്പം ഇൻഫി ആയാലും ശരി, TCS ആയാലും ശരി, HCL, ഈ ബെൽ വെതേഴ്സ് മാർക്കറ്റിനെ ശരിക്കും ലിഫ്റ്റ് ചെയ്തു. പിന്നെ ICICI ബാങ്ക് മാർക്കറ്റിനെ ശരിക്കും മൂവ് ചെയ്തു. യൂണിലിവർ അഗെയിൻ, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ എപ്പോഴും ചോപ്പി മാർക്കറ്റിൽ ചെയ്യുന്നത് യൂണിലിവർ ആയിരിക്കും, അത് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ യൂണിലിവറും ITC ആണ് ഇന്ന് നമ്പർ 1, 2 വരുന്നത്. സോ ഓവറോൾ IT ആണ് മാർക്കറ്റിനെ ലിഫ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ബജാജ് ഫൈനാൻസിൻ്റെ IPO വരാൻ പോകുന്നത് നിങ്ങൾക്കറിയാലോ, നിങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ബജാജ് ഫൈനാൻസിൻ്റെ IPO അപ്ലൈ ചെയ്യുന്നത്, പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കണം നിങ്ങൾ ഉദ്ദേശിക്കേണ്ട. പക്ഷേ ഇറ്റ്സ് എ വെരി സ്ട്രോങ് കമ്പനി, നിങ്ങൾക്കറിയാലോ. ബജാജ് ഫൈനാൻസിൻ്റെ ടിക്കറ്റ് സൈസ് തന്നെ, ലോൺ കൊടുക്കുന്ന ടിക്കറ്റ് സൈസ് തന്നെ ബജാജ് ഫൈനാൻസ് എബോവ് 50 lakhs എബോവ് ആണ്. സോ നിങ്ങൾക്കറിയാലോ, സാധാരണ ഒരു ചെറിയ ലെൻഡറെ പോലെയല്ല ബജാജ് ഫൈനാൻസ്, വലിയ ടിക്കറ്റിന് കൊടുക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് ആലോചിക്കുക. പിന്നെ റിലയൻസ്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, റിലയൻസിൻ്റെ ആ ബോണസ് ഷെയറും റിലയൻസിൻ്റെ AGM ഒന്നും ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോകൾ കഴിഞ്ഞാൽ മനസ്സിലാക്കും, ആ AGM-ഉം ബോണസ് ഷെയറും കൊടുത്തതൊക്കെ. പക്ഷേ അതിനൊന്നും മാർക്കറ്റിൽ ഒന്നും വലിയ ചിയറപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ റിലയൻസ് ഇപ്പോൾ ചെയ്യുന്നത് 2,900 സോ ഞാൻ കാണുന്ന പ്രൈസ് റിലയൻസ് സംഭവം അറൗണ്ട് 2,800 ആ റേഞ്ചിൽ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കുന്നത് കുറേ കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റിൽ അത്ര ഒരു ചിയറപ്പ് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ റിലയൻസ് പെർഫോം ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ വലിയ പെർഫോം ചെയ്ത സ്റ്റോക്സ്, ഒരു വലിയൊരു കമ്പനി എന്ന് വെച്ചാൽ ജുബിലിയൻറ്റിൻ്റെ കമ്പനിയാണ്. അതിൻ്റെ പേര് ജുബിലിയൻറ്റ് ഫാർമാനോവ എന്നുള്ള കമ്പനിയാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഫൈനാൻഷ്യൽസ് നോക്കണം. 2023 അതിൻ്റെ ടോട്ടൽ റവന്യൂ 9,480 കോടി ഉണ്ടായിരുന്നു. 2024 അത് 8,881 കോടിയുള്ളത്. സോ നോക്കണം, അത് ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. ആക്ച്വലി പറയുന്നത് വെച്ചാൽ അതിൻ്റെ നെറ്റ് വർത്ത് തന്നെ 24,145 2023 മാർച്ചിലുള്ള ഫിഗറാണ്. 2024 മാർച്ച് ഫിഗർ നോക്കുകയെന്ന് വെച്ചാൽ 23,745, അതും കുറവാണ്. പക്ഷേ സ്റ്റോക്കിന് നന്നായി ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാരണം നിങ്ങൾ മാർച്ച് 2020 അതിൻ്റെ ടോട്ടൽ റവന്യൂ 33,131 കോടി ഉണ്ടായിരുന്നു. ഈ 2024 മാർച്ചിൽ അതിൻ്റെ ടോട്ടൽ റവന്യൂ വരുന്നത് 8,881 കോടി. എങ്ങനെയാണ് ഈ സ്റ്റോക്ക് ഇത്ര റൺ ചെയ്യുന്നത്? എനിക്കതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽസ് മനസ്സിലാവുന്നില്ല. പക്ഷേ മാർക്കറ്റ് അങ്ങനെയാണ്. ഇന്നത്തെ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സ് പുള്ളിയൊന്നും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷേ സംഭവം പറയാന്ന് വെച്ചാൽ നിങ്ങൾ ആസ് എ സിമ്പിൾ മാത്തമാറ്റിക്സ് നോക്കൂ. 2020 കമ്പനീൻ്റെ ടോട്ടൽ റവന്യൂ ഉള്ള 33,131 കോടിയും 2024 അതേ കമ്പനീൻ്റെ റവന്യൂ ടോട്ടൽ റവന്യൂ 2,281 കോടിയും ഉള്ള കമ്പനീൻ്റെ സ്റ്റോക്ക് എങ്ങനെയാണ് ഇത്ര റൺ ചെയ്യുന്നതെന്നുള്ള കാര്യം അത് നിങ്ങൾ ആലോചിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ചെയ്തൊരു കമ്പനി എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അലംബിക് ഫാർമസ്യൂട്ടിക്കൽ. ഇത് നന്നായി ചെയ്തൊരു കമ്പനിയാണ്. അലംബിക്കിൻ്റെ റവന്യൂ, പ്രോഫിറ്റബിലിറ്റി, നെറ്റ് വർത്ത്, പാറ്റ് എല്ലാം നോക്കുക വെച്ചാൽ ഇറ്റ് ഈസ് ഗ്രോയിങ്. അതുപോലെ ചെയ്തൊരു കമ്പനി ഗ്ലെൻമാർക്ക് ഈസ് എ വെരി ഗുഡ് കമ്പനി. അത് ഓൾവേസ് ഡൂയിങ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഗ്ലെൻമാർക്ക് എന്നൊരു കമ്പനി, ദാറ്റ് ഈസ് റിയലി ഗുഡ്. പിന്നെ കണ്ടൊരു കമ്പനി ഞങ്ങളുടെ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ് ആണ്. പക്ഷേ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസും ഞാൻ പറഞ്ഞ അതേ സെയിം തന്നെയാണ്. കാരണം അതിൻ്റെ പാറ്റ് വന്നത് 4,187 ആയിരുന്നു. ഇത് 24 മാർച്ച് 2024. 23 അത് വന്ന പാറ്റ് 13 crore 13 കോടിൻ്റെ മുകളിൽ പാറ്റ് 2023 ഉണ്ടായിരുന്നു. 2024 പാറ്റ് 4,187 കോടി. സ്റ്റോക്ക് കുറച്ച് കറക്റ്റ് തന്നെ, പക്ഷേ ഇപ്പോൾ കുറച്ചൊരു റിക്കവറേജ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇതിൻ്റെ നമ്പേഴ്സിൽ ഐ എം നോട്ട് ഹാപ്പി.
അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഗ്ലെൻമാർക്ക് ഈസ് ഡൂയിങ് വെരി വെൽ. കാരണം ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കലിൻ്റെ എല്ലാ നമ്പേഴ്സും നന്നായിട്ട് ചെയ്ത നമ്പേഴ്സാണ്. കഴിഞ്ഞ കൊല്ലത്തെ ഈ പ്രാവശ്യം നോക്കുന്ന സമയത്തെല്ലാം ഇറ്റ് ഈസ് ഡൂയിങ് വെൽ ഗ്ലെൻമാർക്ക്. സോ അതൊരു കാര്യം ഞാൻ പറയാം. പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ വീടുകളുടെ പ്രൈസ് ഇവർ പറയുന്നത് എക്സ്പെക്ട് എന്ന് വെച്ചാൽ ഒരു 6%, അടുത്ത 2 കൊല്ലത്തിൽ 6 to 6.25% ഇൻക്രീസ് ചെയ്യുന്നതാണ് അനലിസ്റ്റ് പറയുന്നത്. ഇത് എല്ലാ സ്ഥലത്തും ഇല്ല. വലിയ റെസിഡൻഷ്യൽ ഏരിയ ആയ ബാംഗ്ലൂർ, മുംബൈ, പൂനെ, ഗുരുഗാവിലുള്ള ഇത് 6% 2 കൊല്ലത്തിലേക്ക് കൂടുന്ന പറയും. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളെ ഇൻകം എത്രയാണ്? നിങ്ങളെ ഇൻകം ഒരു കൊല്ലം 5-10 ലക്ഷം റുപ്യ. ഇന്നത്തെ പുതിയ ജോബിൽ എൻ്റർ ചെയ്യുന്ന കുട്ടികളുടെ സാലറി നോക്കാതെ 5-10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹൗസ് പ്രൈസ് 50 ലക്ഷം റുപ്യേൻ്റെ മുകളിൽ ഹൗസിന് നിങ്ങൾ പോയിട്ട് ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ മോർട്ട്ഗേജോ ഒന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ യു കനോട്ട് അഫോർഡ് യു കനോട്ട് അഫോർഡ് ദ സിറ്റീസ് വേർ യുവർ ജോബ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബാംഗ്ലൂർ ഒരു 10 ലക്ഷം റുപ്യേൻ്റെ ജോലി കിട്ടിയിട്ട്, ഞാൻ ഇയർലി പറയുന്നത്, സോ 10 ലക്ഷം റുപ്യേൻ്റെ ജോലി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്കൊരു 50 ലക്ഷം റുപ്യേൻ്റെ ഫ്ലാറ്റ് ബാംഗ്ലൂരിൽ വാങ്ങിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അപ്പോൾ നിങ്ങളെ ബഡ്ജറ്റ് തന്നെ കിട്ടുമെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഫാർ ലൊക്കേഷൻ ആയിരിക്കും. അത് അവിടുന്ന് ബോംബെ ചർച്ചുകളിലെ ജോലി കല്യാണമായിരിക്കും നിങ്ങളെ ചിലപ്പം കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സ്ഥലങ്ങളായിരിക്കും. സോ അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. നിങ്ങൾക്ക് കമ്മ്യൂട്ട് ചെയ്യാനും തിരിച്ചു വരാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഹൗസ് പ്രൈസ് ഇങ്ങനെ കൂടുന്നത് അത് വലിയൊരു പ്രശ്നം കൂടി. നിങ്ങളുടെ സാലറി കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സാലറി മോർട്ട്ഗേജിനും ലോണും EMI അടക്കുകയാണെങ്കിൽ നിങ്ങളെ ക്യാഷ് ഇൻ ഹാൻഡ് ഒന്നും ഉണ്ടാവില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വേറൊരു സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്കുകളെ കുറിച്ചൊന്ന് പറയാൻ വെച്ചാൽ, ഞാൻ റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്സൊക്കെ ഞാൻ ഐ ലൈക്ക് അഡാനി പോർട്ട് ഞാൻ പറഞ്ഞിരുന്നു. അഡാനി പോർട്ടൊക്കെ ഇന്ന് നല്ല പ്രൈസിൽ പിന്നെ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നു. അതിന് ഞാൻ പറഞ്ഞത് 1439 ആണ് അതിൻ്റെ 1 month ലോ. ഇപ്പോൾ ചെയ്തത് ഓൾമോസ്റ്റ് 1446 പക്ഷേ ഇന്ന് നല്ലൊരു പ്രൈസിൽ വന്നിരുന്നു. ഞാൻ ഫ്യൂച്ചർ പ്രൈസാണ് പറയുന്നത്, 1415 വരെ വന്നിരുന്നത്. പക്ഷേ ദാറ്റ് വാസ് എ ഗുഡ് ബൈ. നിങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുന്നത്. കാരണം അത് ഇടയ്ക്ക് ലോങ് ടേമിൽ വെക്കാൻ പറ്റിയ സ്റ്റോക്സ് ആണ്. കാരണം എന്താ പറയുക വെച്ചാൽ ഇന്നിപ്പം പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ ആൾക്കാർ പണ്ട് കാലത്ത് വാറൻ ബഫറ്റിന് 90 കൊല്ലം എടുത്തിട്ടാണ് അയാളൊരു ട്രില്യണറായത്. പക്ഷേ ഇന്നിപ്പോൾ ഈ അഡാനി, ഗൗതം അഡാനി, എലാൻ മസ്ക് ഇതുപോലത്തുള്ള ആൾക്കാർ 10 കൊല്ലം കൊണ്ട് ട്രില്യണേഴ്സ് ലിസ്റ്റിൽ വരാൻ പോകുന്നു പറയുന്നത്. കാരണം ഇവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 6 കമ്പനീസ് ഇപ്പം ട്രില്യൺ മാർക്ക് ഹിറ്റ് ചെയ്യാൻ പോകുന്നു പറയുന്നത്. അതിൽ വലിയൊരു കമ്പനിയാണ് പിന്നെ ഇവരെ എലൻ മസ്കിൻ്റെ കമ്പനി. അയാൾ ഈ 2027 1 ട്രില്യൺ മാർക്ക് അടക്കുന്ന പറയുന്നത്. ലോകത്തിൽ ആദ്യത്തെ ബില്യണർ ആയത് സ്റ്റാൻഡേർഡ് ഓയിലിൻ്റെ റോക്ക്ഫെല്ലർ ആയിരുന്നു. റോക്ക്ഫെല്ലർ വാസ് അയാൾക്ക് ഇറ്റ് ടേക്സ് ടൈം ഫോർ ഹിം ടു ബില്യണർ സ്റ്റാൻഡേർഡ് ഓയിൽസിൻ്റെ. പിന്നെ അതുപോലെ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ട്രില്യൺ ഉണ്ടാക്കിയ ആൾ NVIDIAൻ്റെ ആളാണ്. 2.6 ട്രില്യൺ അയാളും പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. 90 ബില്യണുള്ള ഒരു കമ്പനി. Very soon and a very few years, he became 2.6 trillion turnover ഒരു കമ്പനി, പിന്നെ മാർക്കറ്റ് ക്യാപ്പിലുള്ള ഒരു കമ്പനിയാണ്. സോ അത് ഞാൻ പറഞ്ഞു പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഇവരെല്ലാം ഗ്രോത്ത് റേറ്റ് വളരെ 113-120% ഗ്രോ ചെയ്യുന്നതാണ്. സോ ഇവരിപ്പം പറയുന്നത് വെച്ചാൽ ഇനിയിപ്പം ഇലൻ മസ്ക് ഗ്രോ ചെയ്യുന്നത് 110%, അഡാനി ഗ്രോ ചെയ്യുന്നത് പിന്നെ 123% ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ 2027 അയാൾ ഒരു 2028 ഹി വിൽ ബിക്കം എ ട്രില്യണർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, അഡാനി ട്രില്യണർ ആണെങ്കിൽ നിങ്ങൾ 2028 വരെ അഡാനി പോർട്ടിൻ്റെ, അഡാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റോക്ക് വെച്ച് യു വിൽ ഓൾസോ ബിക്കം എ ക്രോർപതി. സോ ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. അതാ ചുരുക്കത്തിൽ പറഞ്ഞത്. വെൻ ദ എലോൺ മസ്ക് ഗ്രോ ദ ഷെയർ ഹോൾഡർ ഓൾസോ ഷുഡ് ഗ്രോ. ഇവരെല്ലാം മാർക്കറ്റ് ക്യാപ്പാണല്ലോ ഇവരെ വാല്യൂഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ നിങ്ങൾ അഡാനി പോർട്ടിൻ്റെ ഷെയർ ഒരു 2027-2030 വരെ വെച്ച് നോക്കുക. ഐ തിങ്ക് ഇറ്റ് വിൽ ഗോ അപ് ടു 5000 റുപ്യേൻ്റെ മുകളിൽ പോകുന്ന എനിക്ക് തോന്നുന്നു ഇപ്പം. അതാണ് ഞാൻ പറഞ്ഞത്. സോ അത് വലിയൊരു ഇതാണ്. കാരണം ഇത് നിങ്ങൾ ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം അഡാനിയൊക്കെ കുറേ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ അഡാനി പോർട്ട്, അഡാനി എൻ്റർപ്രൈസൊക്കെ കുറേ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഭാരതി എൻ്റെ അപ്പുറത്ത് പറഞ്ഞാൽ 2000 റുപ്യേൻ്റെ 2500 റുപ്യേൻ്റെ മുകളിൽ ഒരു 5 കൊല്ലം ഹോൾഡ് ചെയ്യാമെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗോ അപ് ടു 2500 പോലും എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുമത്. ഇതിൽ ലോങ് ടേമിലാണ്, ഷോർട്ട് ടേമിലല്ല ഞാൻ പറയുന്നത്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ പിന്നെ ഈ കോളേജിലേക്ക് ഇരുന്ന് പല കൺട്രിയിലും
ഇപ്പോൾ US ശരി, യൂറോപ്പിലായാലും ശരി, കുട്ടികളൊക്കെ ലോൺ എടുത്തൊക്കെ പഠിക്കാൻ പോകുന്നത്, ഹ്യൂജ് ലോൺസ് എടുത്ത് പഠിക്കാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ കാണുന്ന സിറ്റുവേഷൻ, അവിടെ ഒന്നും ന്യൂസിലാൻഡിലൊക്കെ ഞാൻ കേട്ടോ അവിടെ ജോബൊന്നും ഇല്ല, എല്ലാം ഡേർട്ടി ജോബ്സാണ് ഉള്ളത്. അവിടെയുള്ള ന്യൂസിലാൻഡ് സിറ്റിസൺസിനെ ഇപ്പം ഓസ്ട്രേലിയയിലും മറ്റുള്ള കൺട്രിയിലും പോയിട്ട് ജോബ് നോക്കുകയാണ്. ന്യൂസിലാൻഡിലൊക്കെ സീറോ ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെയുള്ള കൺട്രിയിലൊന്നും കുട്ടികൾ പഠിക്കാനേ പോകാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ നിന്ന് പോയി ജോലി കിട്ടില്ല, നിങ്ങൾക്ക് ലോൺ തിരിച്ചടക്കാനും പറ്റില്ല. ഇന്നിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റികളും, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു കൊല്ലത്തെ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി ഞാൻ പറയുന്നത് പഠിക്കണ്ടെങ്കിൽ ഒരു $100,000 പെർ ഇയർ അവരുടെ ഫീസ് ഇൻക്രീസ് ചെയ്ത് ആക്കി കഴിഞ്ഞു വരും. സോ അതിൻ്റെ ഏറ്റവും നല്ല തമ്പ് റൂൾ എന്ന് വെച്ചാൽ ഒരു സംഗതിയിൽ നിങ്ങൾ ലോൺ എടുക്കാണ്ടിരിക്കുകയാണ്. സോ ഡോണ്ട് ബോറോ മണി ഇഫ് യു വാണ്ട് ടു ഡു സംതിങ്. അതാണ് ഏറ്റവും നല്ല തമ്പ് റൂൾ. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് നോക്കുക വെച്ചാൽ എല്ലാ ഡിഗ്രിക്കും ദർ ഇസ് എ കോസ്റ്റ്. നമ്മുടെ നാട്ടിലെ ഡിഗ്രി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് കോളേജിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേയുള്ള പ്രൈവറ്റ് കോളേജ് ഉണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം എനിബഡി. സോ ഇങ്ങനെയുള്ള കോളേജിൽ പോയി 10 ലക്ഷം 20 ലക്ഷം റുപ്യ കൊടുത്ത് പഠിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയി കൊടുത്ത് 1 കോടി റുപ്യേൻ്റെ അടുത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കാനല്ലേ നിങ്ങൾ നോക്കുക. ദോസ് ടൈപ്പ് ഓഫ് കോഴ്സസ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നത് STEM മേജറാണ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമെറ്റിക്സ് എന്നുള്ള, അതാണ് കൺസിസ്റ്റൻ്റ്ലി റാങ്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഇവർ പറയുന്നത് വെച്ചാൽ ഈ കോളേജ് ഗ്രാജുവേറ്റ് അമേരിക്കയിൽ സാധാരണ ഒരു ഡിപ്ലോമ ഹോൾഡറെക്കാട്ടും, നിങ്ങളൊരു ഡിപ്ലോമ ഹോൾഡർ എന്ന് വെച്ചോ, നിങ്ങൾക്കൊരു കോളേജ് ഡിഗ്രി, ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഈ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആയിരിക്കും ഡിഗ്രി ഹോൾഡറെക്കാണെന്നാണ് വർക്ക് ചെയ്യാൻ അറിയുന്നത് കൂട്ടും. കാരണം അവർക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനിയും ഡിപ്ലോമ ഹോൾഡേഴ്സിനെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നതാണ്. എനിക്കറിയില്ല എന്താണെന്ന് എനിക്ക്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർ സ്വിച്ച് ഓവർ ചെയ്യില്ല കമ്പനി, ദേ സ്റ്റിക്ക് വിത്ത് അവർ കമ്പനി ആൻഡ് ദേ വർക്ക് പ്രാക്ടിക്കലി. അവർക്ക് വർക്ക് ചെയ്യാൻ അറിയാം. അതേസമയത്ത് ബിടെക് എഞ്ചിനീയേഴ്സിന് എടുക്കുന്ന സമയത്ത് വെച്ചാൽ അവർക്ക് പ്രാക്ടിക്കലി വർക്ക് അറിയില്ല. മോസ്റ്റ് ഓഫ് ദം ദേ ലൈക്ക് ദ ഈ ഡെസ്ക് ടോപ്പ് ജോബ്സിൽ, എന്താ പറയുക, ഡെസ്ക്ടോപ്പ് ജോബ്സ് ഇരുന്നിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കില്ലാണ്ട് ദേ ഡോണ്ട് വാണ്ട് ടു ഡു ഇനി പ്രാക്ടിക്കൽ ജോബ്സ് എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ ഈസ് വാസ് എ ബിസിനസ് മാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കോളേജ് ഡിഗ്രി ഡിപ്ലോമയും തമ്മിൽ വ്യത്യാസം. കോളേജ് ഡിഗ്രിക്കാർക്ക് ഒരു കാരണം കമ്പനീസ് ഇപ്പോൾ കോളേജ് ഡിഗ്രി ഹോൾഡേഴ്സിന് എടുക്കാത്ത കാരണം കോളേജ് ഡിഗ്രിക്കാർക്ക് ദേ ഹാവ് ടു പേ മോർ സാലറി. ഡിപ്ലോമ ഹോൾഡേഴ്സിന് കുറച്ച് സാലറി കൊടുക്കണം. ആൻഡ് സെയിം കോളേജ് ഡിഗ്രിക്കാർ ചെയ്യുന്ന അതേ ജോബ് തന്നെ ഇവർ ചെയ്യുകയും ചെയ്യും. അതതിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ അമേരിക്കയിൽ പറയുന്ന ഡിഗ്രി ഹോൾഡർ ഡിപ്ലോമ ഹോൾഡർ നമ്മൾ 37% സാലറിയിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഈ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ ഇന്നിപ്പോൾ ഏറ്റവും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുന്ന ഏറ്റവും കൂടുതൽ ശമ്പളമുള്ള കോഴ്സ് എന്ന് വെച്ചാൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആവും. അതാണ് നമ്പർ 1 കോഴ്സ് എന്നാണ് അമേരിക്കയിലൊക്കെ പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പിന്നെ ഇവിടുന്ന് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പിന്നെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ യു ഷുഡ് സീ വെൻ യു ഹാവ് ദ ബ്രേക്ക് ഇവൻ ആൻഡ് വെൻ യു ക്യാൻ ഗെറ്റ് ദ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. അത് നിങ്ങൾ ആദ്യം ആലോചിക്കണം. അതിൻ്റെ പൊട്ടൻഷ്യൽ ഏർണിങ്സ് എത്രയാണ്, ഈ കോഴ്സ് പഠിച്ചതിൻ്റെ പൊട്ടൻഷ്യൽ ഏർണിങ്സ് എത്രയാണെന്ന് കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നഴ്സിംഗ് പഠിച്ച് കുട്ടികൾ പുറത്ത് പോയി ജോലി ചെയ്യുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ബ്രേക്ക് ഇവൻ ചെയ്യാൻ, കാരണം നമ്മുടെ നാട്ടിലാണ് പഠിച്ചത്. ആൻഡ് യു ഏൺ ദ സാലറി ഇൻ ഡോളേഴ്സ്. സോ ഇറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. സോ അത് കുട്ടികൾ ആലോചിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇനി ഫ്യൂച്ചറിൽ ഫോറിനിൽ പോയി പഠിച്ചുകൊണ്ട് കാര്യം. കാരണം അവിടെ നിന്ന് ജോബ്സ് അല്ലേ ഇപ്പോൾ അമേരിക്കയിലായാലും ശരി, ഇവിടെ കാനഡയിലായാലും ശരി, ന്യൂസിലാൻഡിൽ അവിടെ ജോബ്സ് ഇല്ല. കുട്ടികൾ പഠിച്ച് സ്ട്രക്കായി പോകുന്നു. പിന്നെ അവരെ ജീവിതത്തിൻ്റെ മിഡ് കാരിയറിൽ അവർ പോകുന്നത് ഓൾമോസ്റ്റ് 22, 25, 24 വയസ്സുള്ള സമയത്ത്. സോ 23, 24, 25 നിങ്ങൾ ദാറ്റ് ഈസ് എ ടൈം യു ടു മേക്ക് മണി. ആ സമയത്ത് നിങ്ങൾ പോയിട്ട് ജോബ് ഇല്ലാണ്ട് അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുക 10-35 വയസ്സ്. പിന്നെ നിങ്ങൾ ആരും റിക്രൂട്ട് ചെയ്യും. സോ ദ ടെക്നോളജി ഓൾസോ ചേഞ്ച്. ആ സമയത്തുള്ള ഇപ്പോൾ ഉള്ള ടെക്നോളജി ജോബ്സ് ഇറങ്ങിയിട്ട് ആയിരിക്കും ആ സമയത്ത് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഉണ്ടാകുന്നത്. So that is a big threat for the education. So നമ്മൾ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ you have to capitalize as early as possible. So that is one thing I want to say. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ ഈ എനർജി സെക്ടറിനെ കുറിച്ചിട്ട് ഇപ്പോൾ സൗദി അറേബ്യ പറയുന്നത് വി ആർ ഗോയിങ് ടു ഡീകാർബണൈസ് ചെയ്യണം നമുക്ക് ഇനി പക്ഷേ സൗദി അറേബ്യ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ സൗദി അറേബ്യൻ്റെ ഏറ്റവും വലിയ റവന്യൂ ഓയിൽ റവന്യൂ. അവർ ഡീകാർബണൈസ് എന്ന് വെച്ചാൽ അവർ ആദ്യം ഓയിൽ വെൽസ് ഒക്കെ ക്ലോസ് ചെയ്യണ്ടേ. സോ ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. അതൊരിക്കലും അവർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അവർ പറയുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ 2060 ഇനി കംപ്ലീറ്റ് വിൽ ബി സ്വിച്ചിങ് ടുവേർഡ്സ് സോളർ എനർജി, അല്ലെങ്കിൽ they are switching over nuclear power. So then where is the revenue for Saudi Arabia? Saudi Arabia ആകെ റവന്യൂ ഓയിലാണ്. ഓയിൽ റവന്യൂ അവർ ഏറ്റവും വലിയ റവന്യൂ.
So that is the biggest revenue, no? So that is something I am thinking why this, what is the vision of Saudi Arabia? So that's it. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം എങ്ങനെ മാർക്കറ്റിങ്ങൾ മൂവ് ചെയ്യുന്ന കാരണം. സോ ഇന്നത്തെ നല്ല സ്റ്റോക്കുകൾ ബൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞ ആഴ്ചയായിരുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച ബൈ ചെയ്യേണ്ട സ്റ്റോക്കുകളൊക്കെ. അതൊക്കെ ഇന്ന് കറക്റ്റ് ഇന്ന് രാവിലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. മേ ബി ഇന്ന് അടാരി പോർട്ടൊക്കെ ഞങ്ങൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരും. സോ ദാറ്റ്സ് എ ടൈം യു ക്യാൻ ഹോൾഡ് ദാറ്റ് സ്റ്റോക്സ് ഫോർ എ ലോങ് ടൈം. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.